നടൻ ബാലയ്ക്കെതിരെ മുൻ ജീവിത പങ്കാളിയായിരുന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ബാലയെ പറ്റിയുള്ള എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് പുതിയ ചലനം സൃഷ്ടിക്കുന്നത്. കോഹ്ലിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 2.5 വർഷത്തോളം ബാലയുടെ ജീവിത പങ്കാളിയായിരുന്നതായി എലിസബത്ത് തുറന്നു പറയുകയാണ്. ബാലയ്ക്ക് കരൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ ശുശ്രൂഷ ചെയ്തത് താനായിരുന്നു. എന്നിരുന്നാലും ബാലയോടൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയതായി എലിസബത്ത് അവകാശപ്പെടുന്നു. നടനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ താൻ എടുത്ത തീരുമാനം ഇതുവരെ തുറന്നു പറയാത്തതാണെന്നും എന്നാൽ ഇപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് ബാല നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് എലിസബത്ത് തന്റെ അനുഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പഴയകാലം വെളിപ്പെടുത്തുമെന്നും കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും ഒക്കെയാണ് ഭീഷണി ഉണ്ടായതെന്നും അവർ പറയുന്നു. അതേസമയം വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ബാല തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും വെളിപ്പെടുത്തി. അയാൾ തന്നെ ദുരുപയോഗം ചെയ്തുവെന്നും ബലാത്സംഗം നടത്തിയെന്നും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ടെന്നുമാണ് എലിസബത്തിന്റെ ആരോപണം. ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അഹമ്മദാബാദിലെ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്ന എലിസബത്ത് ഇപ്പോൾ ഡിപ്രഷൻ മൂലം നാട്ടിൽ വിശ്രമത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ എലിസബത്തിനുള്ള പിന്തുണ വ്യാപകമാവുകയാണ്. നടനെതിരെ ശക്തമായി പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് അത്തരം ആളുകൾ കൂടുതൽ ശക്തരാകുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ബാലയ്ക്കെതിരെ വിമർശനം ഉയരുന്നതിനിടെ മുൻ ഭാര്യയായ അമൃത സുരേഷും നേരത്തെ തന്നെ നടനുമായി സഹജീവിതത്തിനിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞിരുന്നു. എലിസബത്ത് നേരത്തെ തന്നെ ബാലയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഭീഷണികളെ തുടർന്ന് അവയെല്ലാം ഒളിപ്പിച്ചു വച്ചതായാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.